എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? അപ്പോൾ എല്ലാ തവണത്തെ പോലെ എനിക്ക് ഇത്തവണയും കിട്ടിയിട്ടോ ക്രിസ്മസിനൊരു ഗിഫ്റ്റ്. വേറെ ആയിരുന്നു തന്നെയല്ല, എൻ്റെ ഹസ്ബൻഡിന് തന്നതാണ് കേട്ടോ. ഇത് പ്ലം കേക്കാണ് കേട്ടോ, പ്രീമിയം റിച്ച് പ്ലം കേക്കാണ്. അയ്യോ, അത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ഫ്രണ്ടിലൊരു ക്യൂട്ടായിട്ടുള്ള ക്രിസ്മസ് പപ്പയുടെ ഫോട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആൾക്കിന്ന് ഡ്യൂട്ടി ഉണ്ടായതുകൊണ്ട് വൈകിട്ടാണ് കേട്ടോ എനിക്ക് കേക്ക് കൊണ്ട് തന്നത്. കേക്ക് കൊണ്ട് തന്നിട്ട് ആൾ വീണ്ടും ഡ്യൂട്ടിക്ക് പോയിട്ടോ. കഴിഞ്ഞ തവണ ഞാൻ ഇതുപോലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഇത്തവണ ഇടാന്ന്. എനിക്കാണെങ്കിൽ ഇതായി ക്രിസ്മസ് പപ്പേനെ കണ്ടിട്ട് താഴെ വയ്ക്കാനേ തോന്നുന്നുണ്ടായില്ല കേട്ടോ. ക്രിസ്മസ് പപ്പയുടെ റെഡ് കളറും ബോക്സിന്റെ ഗ്രീൻ കളറും കൂടെ ആയപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പം ഞാൻ ആദ്യം ഒരു പ്ലേറ്റ് എടുത്തിട്ട് പ്ലേറ്റിൽ വെച്ചിട്ട് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനത് ഓപ്പൺ ചെയ്യാണ് കേട്ടോ. ആദ്യം നോർമലി ഒരു കവർ ഉണ്ടായിരുന്നു, അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫോയിൽ പേപ്പർ വെച്ചിട്ട് പിന്നെയും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക്. അപ്പോൾ ഫോയിൽ പേപ്പർ ഞാൻ മാറ്റാണ്. ഫോയിൽ പേപ്പർ മാറ്റി കഴിഞ്ഞപ്പോഴോ അതിൽ ക്ലിങ് റാപ്പ് വെച്ചിട്ട് വീണ്ടും റാപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കളർ കണ്ടില്ലേ? പ്രീമിയം പ്ലം കേക്കിൻ്റെ കളറും അതിൻ്റെ ടെക്സ്ചറും കണ്ടാൽ തന്നെ അറിയാം കേട്ടോ അതിന് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. പ്ലം കേക്കിൻ്റെ സോക്കിങ്ങിലാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. ഈ കേക്ക് റാപ്പ് ചെയ്തേക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം അത് എത്രത്തോളം സോക്ക് ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ കേക്ക് ഉണ്ടാക്കി സെയിൽ ചെയ്യാറുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കേക്കിനെ പറ്റി പറഞ്ഞത്. അപ്പം ഞാൻ അതിൻ്റെ കവറൊക്കെ മാറ്റി, പിന്നെ ബട്ടർ പേപ്പർ കട്ട് ചെയ്യുന്ന ഭാഗത്ത് മാത്രം ഒന്ന് മാറ്റിയിട്ടുള്ളൂ കേട്ടോ. ഇതാണ് കേട്ടോ അപ്പോൾ കേക്ക്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് നോക്കിയാലോ? കേക്ക് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പാലറ്റ് നൈഫ് വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കിട്ടും. നന്നായിട്ട് സോക്കായിരിക്കണ കേക്കായതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഷേപ്പിലൊന്നും കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ. പ്രീമിയം പ്ലം കേക്കിൽ കൂടുതലും നന്നായിട്ട് സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് ഡ്രൈ കേക്കുകളിൽ ഏറ്റവും ഇഷ്ടം പ്ലം കേക്കാണ് കേട്ടോ. അപ്പോൾ കേക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ കഴിച്ചു നോക്കി, നന്നായിട്ട് മെൽറ്റായി പോകുന്ന കേക്കായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ ടെക്സ്ചർ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കട്ട് ചെയ്തതിന് ശേഷം വീഡിയോ എടുത്തതാണേ. അതിൻ്റെ ഉള്ളിൽ നല്ല റിച്ച് ഫ്രൂട്ട്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ടെക്സ്ചർ കണ്ടില്ലേ? നന്നായിട്ട് മെൽറ്റായി പോവായിരുന്നു കേട്ടോ കേക്ക്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെ ക്രിസ്മസ് ആയിട്ട് ഒരു പ്ലം കേക്ക് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഹാപ്പിയായി. നിങ്ങളുടെ ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.